നമസ്കാരം. ഞാൻ പള്ളിപ്പുറം പഞ്ചായത്തിലെ 20-ാം വാർഡ് മെമ്പറാണ്. പേര് ബേബി എന്നാണ്. അപ്പോൾ വാർഡിൻ്റെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 23 കുടുംബങ്ങൾക്ക് ജലജീവൻ മിഷൻ പദ്ധതിയിൽ വെച്ച് കുടിവെള്ളം ഇത് എല്ലാ വീടുകളിലും കണക്ട് ചെയ്യാൻ സാധിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ടിട്ട് 13 കുടുംബങ്ങൾക്ക് വീട് ലഭ്യമായി. പല സ്ഥലത്തും ലൈറ്റ് ഉണ്ടായി ഇട്ട് കിടന്ന പ്രദേശമായിരുന്നു. അപ്പോൾ 3 സ്ഥലത്ത് ലൈൻ വലിച്ച് പോസ്റ്റ് ഇട്ടിട്ട് വെളിച്ചമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിനെ ടൈലിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കൊട്ടിക്കൽ ബീച്ചിലിങ്ങ റോഡ് എന്നാണ് എൻ്റെ പേര്. അതിൻ്റെ ടൈലിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ തോടിന് സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടിട്ട് ചിറയും കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മീറ്റർ 195 മീറ്ററാണ് അതിൻ്റെ നീളം. 60 വർഷമായിട്ട് നടക്കാത്ത സംഭവമാണ് ഇപ്പോൾ ചെയ്താക്കണത്. ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ചിട്ട് ജനതാ ബാനസല റോഡ്, ഈ സെൻട്രൽ ബീച്ച് റോഡ്, കലങ്ക്, OLH കൊള്ളുള്ള കാണകെട്ടി റോഡ് എന്ന് പറഞ്ഞിട്ട്, അല്ലാണ്ട് ജനതാ ബീച്ചിലെ റോഡ് ലിങ്കിൽ ഒരു കാണകെട്ടി റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ സെൻട്രൽ ബീച്ച് റോഡിൽ 3 റോഡ് ഇപ്പോൾ പണിതിട്ടുണ്ട്. അംഗനവാടിക്ക് സമീപം റോഡ് വന്നിട്ടുണ്ട്. 3 റോഡ് ടാറ് മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്. ഇനി 2 പ്രവർത്തനങ്ങൾ നടക്കാനിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഒന്നിപ്പോൾ ഈ അടുത്ത ആഴ്ച ചെയ്യും. വേറെ 2 ചിലപ്പോൾ ഞാൻ ഈ ഭരണസമിതിയിൽ നടക്കും, അല്ലെങ്കിൽ അടുത്ത ഭരണസമിതിയിൽ നടക്കും. അങ്ങനെ അടുത്ത ഭരണസമിതിയിൽ നടക്കുകയാണെങ്കിൽ അതിന് ഞാനും കൂടെ മുൻകൂട്ടി എടുത്തിട്ട് ആ കാര്യം ഞാൻ ചെയ്തു കൊടുക്കും. എൻ്റെ വാർഡിൽ 2 അംഗനവാടി ഉണ്ട്. ഒന്ന് നവതാര അംഗനവാടി, ഒന്ന് നവജ്യോതി. ഈ നവജ്യോതി 17 വർഷമായിട്ട് വാടക എടുത്തലാണ്. ഇപ്പം ഞാൻ മെമ്പറായ ശേഷം ഒരു ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്ഥലം മേടിക്കുന്ന സംഭവമായിട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ അതിന് ഒരു 3 സെൻറ്റ് സ്ഥലം കണ്ടെത്തി. സെൻറ്റ് ഒന്നിന് 2.5 ലക്ഷം രൂപയാണ്. അത് 3 സെൻറ്റ് മേടിക്കണ 7 ലക്ഷം രൂപ വേണം. പല ആൾക്കാരായിട്ട് പിരിവിട്ട് അതിനകത്തൊരു മുരളീധര ക്ഷേണ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് 1 ലക്ഷം രൂപ വന്ന് സഹായിച്ചു. അപ്പോൾ എനിക്കൊരു ധൈര്യമായി ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ അതിൻ്റെ പുറകെ ഇപ്പോൾ നടന്നെന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥലത്തിൻ്റെ ഓണർക്ക് 3 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് 3 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് അത് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് പിടിച്ച് ഇപ്പോൾ 2 ലക്ഷം രൂപ പഞ്ചായത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ 1 ലക്ഷം രൂപയുടെ കുറവും കൂടി ഉണ്ട്. അത് ഞാൻ ഈ പോണേക്കുമ്പോൾ സ്ഥലം മേടിച്ച് എങ്ങനെയാലും കൊടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഈ വാർഡിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് 2 പ്രാവശ്യം ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഇതും കൂടെ വരാമുണ്ട്. ഒരു 27 ലൈറ്റും കൂടെ നമുക്ക് കിട്ടാമുണ്ട്. അപ്പോൾ ഈ വാർഡിൽ ലൈറ്റ് ഇല്ലാത്ത ഒരു പോസ്റ്റും ഇല്ല. എല്ലാ വാർഡിലും എല്ലാ സ്ഥലത്തും ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 27 കിട്ടാതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഏറ്റവും കൂടുതൽ ഇത്തിരി ഇരുട്ടായിട്ട് കിടക്കുന്ന സ്ഥലം അവിടെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എന്നെ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതെല്ലാ സ്ഥലത്തും ഞാൻ കൊണ്ടുവന്നിടാൻ തയ്യാറാണ്. ഇപ്പോൾ 20-ാം വാർഡിൽ ഞാൻ ഇവിടെ വന്ന ശേഷം കാണയെന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കയറി കഴിഞ്ഞിട്ട് OLH കോളനിയിൽ ഒരു കാണ പടുന്നുണ്ട്. പിന്നെ ജനതാ ബീച്ച് റോഡിൽ അറ്റത്ത് അമ്മിണി ചേച്ചി വരുന്നത് അവിടെ നിന്ന് ഒരു കാണയും കൂടി ഞാൻ പണിതുണ്ട്. വേറെ കാണ വാർഡിലില്ല. ഇത് ഞാൻ വന്ന ശേഷം 2 കാണാൻ പടുന്നാക്കുന്നത്. പിന്നെ വാർഡിൽ അതിദരിദ്രപ്പെട്ട 4 പേരാണുള്ളത്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം മരുന്നിന് വേണമെന്ന് വെച്ചിട്ട് 1-2 പേര് പറഞ്ഞ് മരുന്ന് ഞങ്ങൾ ഡിസ്പെൻസറി എന്ന് പറഞ്ഞ സ്ഥലത്ത് മേടിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനകത്ത് സോഫി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ഇപ്പോൾ ഇവിടുന്ന് പോയേക്കണം. അവരെ വീണാണ്ട് കാല് എന്തോ പറ്റിയിട്ട് അവരുടെ ബന്ധക്കാരും കൊണ്ട് ഞങ്ങളുടെ ആക്കിക്കണം. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഒരാളുള്ളതെന്ന് പറഞ്ഞാൽ രത്നമ്മ നേത്തൂറമ്പിലാണ്. പുള്ളിക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഭക്ഷണത്തിന് കിട്ടുന്ന സാധനം തൊട്ടടുത്തുള്ള ബന്ധക്കാരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവരാണ് ഭക്ഷണം ചെയ്തു കൊടുക്കുന്നത്. ഞങ്ങളുടെ ഉള്ളതിൽ ഇല്ലാത്തതിലും പുതിയത് സ്ഥാപനമാണ് ഇത്. അപ്പോൾ അതിനൊക്കെ ഇല്ലായ്മയിൽ നിന്നാണ് പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉള്ളതിലില്ലാത്തതിലും എല്ലാത്തിലും സഹിച്ച് ഞങ്ങളോടൊപ്പം ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ് നമ്മളെ ബേബി, KS ബേബി. അതിന് ഞങ്ങൾ ഏറ്റവും വലിയ അഭിനന്ദനം കൊടുക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ വയോജനങ്ങൾക്കൊരു കെട്ടിടം ഉണ്ടാക്കണം. വന്നോടി കണ്ടിട്ട ആളുകൾ വയോജനങ്ങൾക്കൊരു കെട്ടിടം ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. എല്ലാവരും വരാന്തയിൽ വന്ന് മീറ്റിംഗ് കൂടിയൊക്കെ എത്തിയിട്ട് പോകണ ഒരു അവസ്ഥയാണ്. അങ്ങനെയായിട്ട് ശർമ്മനോട് ഞാൻ ചെന്ന് പറഞ്ഞിട്ടാണ് ശർമ്മ 24 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. ഉടനെ തന്നെ കെട്ടിടവും തീർത്ത് കെട്ടിടത്തിലുള്ള ഈ ഉപകരണങ്ങളെല്ലാനും സ്പോൺസറിങ്ങായിട്ട് വരുത്തി തന്നിട്ടുള്ളതാണ്. മെമ്പർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ മേടിച്ചിട്ടുമുണ്ട്. ഒന്നും ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചതല്ല. അപ്പം അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ സഹായത്തോടു കൂടി തന്നെ ഇപ്പോൾ ഇതുവരെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. ഞങ്ങളുടെ അമ്മമാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് 20-ാം വാർഡിലെ വയോജന കേന്ദ്രത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്.
ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ തന്നെ അതിന് ഏറ്റവും നല്ല വയോജന കേന്ദ്രമാണിത്. എന്നിട്ട് 24 ലക്ഷം രൂപ മുടക്കി ഇത് പണിതാണ്. അത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചിന്നമാധർമ്മൻ മുൻകൈ എടുത്തത്. അവർ ആവകലില്ലാണ്ട് കഷ്ടപ്പെട്ട് ഇവിടുത്തെ മുൻ മന്ത്രി ശർമ്മ സഖാവിനോട് ചോദിച്ചിട്ട് ശർമ്മ സഖാവ് ഇട്ടുകൊടുത്ത ഫണ്ട് കൊണ്ട് പണ്ടാക്കുന്നതാണ് ഈ ബിൽഡിങ്. ഇവിടെ അവർക്ക് ഉല്ലസിക്കാനായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്. ക്യാരം ബോർഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ TV സ്പോൺസർ ചെയ്തിട്ടുണ്ട്, മൈക്ക് സെറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, പിന്നെ കിച്ചണെല്ലാം ഇതിലുണ്ട്, ഗ്യാസ് സ്റ്റവ്, ഗ്യാസ് കണക്ഷൻ എല്ലാം ഓരോരുത്തരോ സ്പോൺസർ ചെയ്താണ്. അപ്പോൾ ഞാൻ ആദ്യം TV സ്പോൺസർ ചെയ്യുന്നത് എൻ്റെ ഇറ്റലിലൊരു സുഹൃത്തുണ്ട്, ജാൻസി പോളാട്ടോടുന്നുണ്ട്. പുള്ളിക്കാരത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു TV വേണമെന്ന് വെച്ചാൽ പറഞ്ഞു ധൈര്യമായിട്ട് മേടിച്ചു എന്ന് പറഞ്ഞു. അതിന് 15,500 ഒരു TV ആണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. അതൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചു കൊടുത്തത്. അത് കേടായിട്ട് ഇപ്പോൾ ഇവിടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് KG ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് എനിക്ക്. പുള്ളി പറഞ്ഞാൽ TV ഒരെണ്ണം മേടിക്കേണ്ടതെന്ന് പറഞ്ഞു. കാരണം പുള്ളി വഴി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരുടെ നിന്ന് പൈസ പുള്ളി തന്നെ പിരിവിട്ട് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു TV പുതിയത് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത് പുള്ളിയുടെ മുൻകൈ എടുത്തതുകൊണ്ട് മാത്രം സാധിച്ചതാണ്. ഞാൻ പോലും അതിനെ പുറകെ പോയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ രാവിലെ വൈകിട്ട് ഒരു ചായ കഴിക്കണമെന്ന് അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സ്നാക്സ് പോലെ വെച്ചിട്ടുണ്ട്, ചായപ്പൊടി മനസ്സിലൊക്കെ ഉണ്ട്, ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളാണ്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എന്ത് കേസിനൊക്കെ ഉള്ളത് ഇപ്പോൾ ഒരു ഗ്രാമസേവകത്തിൽ കൃത്യമായിട്ട് അവർ വന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതിന് യാതൊരു കുറവില്ല. അതേപോലെ തന്നെ നമ്മളെ ആശാപ്രവർത്തക പ്രസന്ന വാർഡിൽ എന്ത് സംഭവം നടന്നാലും ഹെൽത്തിൻ്റെ കാര്യങ്ങളായാലും കൃത്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗർഭിണികൾക്ക് ഇവിടെ നിന്ന് മറ്റേ ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. ചില വാർഡിലെന്ന് പറഞ്ഞാൽ 1-2 ആശാപ്രവർത്തകരുണ്ട്. ഇത് പുള്ളിക്കാരത്തി ഒറ്റക്കുള്ളൂ. ഒരു ആശാപ്രവർത്തക ഏറ്റവും നല്ല ഡീസൻ്റായിട്ട് ഞാൻ പല വാർഡുകളും ശ്രദ്ധിച്ചിട്ടുണ്ട്. 1-2 പേരുണ്ട്. ഇവിടെ ആകെ ഒരു ആളാണുള്ളത്. ആ പുള്ളിക്കാരത്തി ഓടി നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വാർഡിലെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ഇതാണ്. അവർക്ക് മത്സ്യം പിടിക്കാൻ പോകുന്നവർക്ക് തടിവെള്ളം 1-2-3 കൊടുത്തിട്ടുണ്ട്. ഈ തവണയും തടിവെള്ളത്തിന് വെച്ചിട്ടുണ്ട്. ശശീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾക്കാണ് കിട്ടിയേക്കണത്. പിന്നെ അവർക്ക് മക്കൾക്കുള്ള പഠന സൗകര്യം മുറി അതൊരുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ ഗ്രാമസഭ വഴി 3 പേർക്ക് എന്ന് പറഞ്ഞാൽ വാർഡ് മെയിൻ്റനൻസിന് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 75,000 വെച്ചാണ് കൊടുത്തത്. ഒന്ന് തൊട്ട് ഇതിൻ്റെ അങ്ങനാടി ഇതിൻ്റെ വാൻസാലിൻ്റെ അടുത്തുള്ള ദേവ് എന്ന് പറഞ്ഞൊരു പെണ്ണിനാണ് കൊടുത്തത്. രണ്ടാമത് മറ്റേ നമ്മളെ റോട്ടിൽ മെയിൻ സെൻട്രൽ ബീച്ച് റോഡിൽ ഒരു വീട്ടിലാണ് കൊടുത്തത്. ഇപ്പോൾ മൂന്നാമത് തൊട്ടടുത്ത് അങ്ങനവാറ് തൊട്ടടുത്തുള്ളൊരു ഇതിനാണ് ഇപ്പോൾ ആയാക്കണത്. അത് 75,000 കൊടുക്കണം. അപ്പോൾ SC-കാർക്കുള്ള ഒരു മെയിൻ്റനൻസ് ആയിട്ടുണ്ട്. സാബു എന്ന് പറയും, പേര് സാബു എന്നാണ്. അവർക്ക് ഇപ്പോൾ കൂടെ ആയിട്ടുണ്ട്. ചില വാർഡിൽ 2 സ്ഥലത്ത് MCF വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു വലിയ MCF വെച്ച്, പിന്നെ രണ്ടാമത് ഒരെണ്ണം കൂടെ വേണമെന്ന് വെച്ചാൽ ചെറുതും കൊണ്ട് വെച്ചാൽ അതിൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറച്ച് അങ്ങോട്ട് നീക്കിയാക്കണത്. അപ്പോൾ ഹരിതകർമ്മസേന ഇത് വരാൻ ആദ്യമൊക്കെ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ മറ്റേ പ്ലാസ്റ്റിക്കൊക്കെ കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അവർ മെമ്പറോട് വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു കാര്യം നിങ്ങൾ പറഞ്ഞോ, ഞാൻ വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അവരെല്ലാ മാസവും വരുമ്പോൾ കൃത്യമായിട്ട് എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ശരിക്കൊരു നല്ല ഇത് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഉള്ളിലൊരു പേടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാലും ഇത് ശരി ഹൈക്കോടതി വിധികളാണ്. ഒരു മാസം 50 രൂപ കൊടുത്തില്ലെങ്കിൽ ഒരു വർഷത്തിൽ 600 രൂപ നിങ്ങൾ എങ്ങനെയാലും ഇത് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ആൾക്കാർക്ക് ഇപ്പോൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവർ കിണറുകളുള്ള എല്ലാം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാർഡിൽ 4 പൊതുകിണറായിട്ട് 4 കിണറാണുള്ളത് കാണിച്ചു കൊടുത്തപ്പോൾ ഇന്നിപ്പോൾ ഒരു 3 ദിവസത്തിന് മുമ്പ് വന്നിട്ട് കിണർ ക്ലീൻ ചെയ്തിട്ട് എൻ്റെ മുടിയെല്ലാം സൈഡൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ മുകളിലിങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് നല്ല ക്ലീനായിട്ട് ഇപ്പോൾ അതിനെ മൂടി അവർ മറ്റേ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ നാളെ കൊണ്ടുവന്നിട്ട് അതും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കോൺട്രാക്ടർ സാബു എന്ന് പറഞ്ഞ ആളാണ്. തൊഴിലുറപ്പായിട്ട് കൊണ്ട് തരിശുരഹിത ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 സ്ഥലത്ത് കിടക്കുന്ന സ്ഥലത്ത് മറ്റേ തൊഴിലുറപ്പുകാരായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിപ്പോഴും ഇപ്പോഴും വെള്ളം നടത്തി ഇഷ്ടംപോലെ നല്ല കൃഷി ചെയ്ത് ചീരയൊക്കെ എടുത്ത് പല പല സംഭവങ്ങൾ അവർ നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്ന് പറഞ്ഞത് എൻ്റെ മാത്രം കഴിവല്ല, എന്നെ സഹായിക്കാനായിട്ട് ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടായിരുന്നു. ഹരിതകർമ്മസേനയുടെ ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റേ എൻ്റെ കുറേ കൂട്ടുകാരുണ്ട്, രാഷ്ട്രീയക്കാരൊക്കെ എല്ലാവരും കൂട്ടുപിടിച്ചിട്ട് സംയുക്തമായിട്ട് ചെയ്ത പരിപാടിയാണ് ഇതെല്ലാം. ഇത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കഴിവല്ല, എല്ലാവരും കൊണ്ട് ചെയ്ത പരിപാടിയാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്.